നമസ്കാരം. എല്ലാവർക്കും astro.gp ഹാർദമായ സ്വാഗതം. നമ്മുടെ ഈ വീഡിയോയിലെ ഈ ഒരു എപ്പിസോഡിൽ ലാസ്റ്റ് നമ്പറാണ് 9. അപ്പോൾ 9-നെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ആ 9-നോട് സാമ്യം വരുന്ന മറ്റു ഡേറ്റുകൾ ഒന്ന് 18 മറ്റൊന്ന് 27. അപ്പോൾ എങ്ങനെയാണ് 9-നോട് സാമ്യം 18 ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ 1 + 8. 27 2 + 7, അപ്പോൾ അതും 9 മാറും. അപ്പോൾ 9-ൻ്റെ ഏറെക്കുറെയൊക്കെ സ്വഭാവങ്ങൾ 18-ഉം 27-നും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാസത്തിലെ 9, പിന്നത്തെ ഡേറ്റ് 18, പിന്നത്തെ ഡേറ്റ് 27, ഇവർക്കെല്ലാം തന്നെ സ്വഭാവ സാമ്യതകൾ ഏറെക്കുറെയൊക്കെ ഉണ്ട്. 9 എന്നുള്ളൊരു സംഖ്യ പ്രതിദാനം ചെയ്യുന്ന ഗ്രഹം ഏതെന്ന് ചോദിച്ചാൽ കുജനാണ്. കുജൻ വളരെ ശ്രേഷ്ഠമായൊരു ഗ്രഹമാണ്. ഉറച്ച ഇച്ഛാശക്തി മനോബലമൊക്കെ ഉള്ളൊരു ഗ്രഹമായിട്ടാണ് കുജനെ വിശേഷിപ്പിക്കാറ്. അതുകൊണ്ട് തന്നെ ഈ ഡേറ്റുകളിൽ ജനിച്ചവർക്ക് അത് കുറേയൊക്കെ ഉണ്ടാകുമെന്നാണ്. അപ്പോൾ 9, 18, 27 എന്ന ഡേറ്റിൽ ജനിച്ചവരുടെ സ്വഭാവ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഉറച്ച ഇച്ഛാശക്തിയും മനോബലമുള്ളവരാണ്. അപ്പോൾ ഞാൻ ഈ സംസാരിക്കുമ്പോൾ അവരവരുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഇതിനെ ചിന്തിക്കണം, അവരവരുടെ കർമ്മ മേഖലകളിലൂടെ ഇതിനെ ചിന്തിക്കണം. അപ്പോൾ ഉറച്ച ഇച്ഛാശക്തിയും മനോബലമുള്ളവരാണ്. ജീവിതത്തെ തന്നെ ഒരു സമരമായി കാണുന്നവരാണ്. പിന്നെ മറ്റുള്ളവർക്ക് ഒരിക്കലും വഴങ്ങാത്തൊരു സ്വഭാവക്കാരാണ്. പിന്നെ എന്തിൻ്റെയും നിയന്ത്രണം ഞങ്ങൾക്ക് വേണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധി ഇവർക്കുണ്ട്. അതെങ്ങനെയെങ്കിലും അവർ എടുക്കാൻ നോക്കും. കിട്ടിയില്ലെങ്കിൽ അവർ അതിനോട് ശക്തമായി തന്നെ പ്രതികരിക്കുകയും ചെയ്യും. പിന്നെ അവനവനെക്കുറിച്ച് നല്ല മതിപ്പുള്ളവരാണ്. നമ്മൾ പറയും സെൽഫ് കോൺഫിഡൻസ് ഉള്ളവരാണ്. പിന്നെ താങ്കളെ അവഗണിക്കുന്നത് ഇവർ ഒരു വിധത്തിലും പൊറുക്കുകയില്ലാത്തൊരു കാര്യമാണ്. ഇവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങൾ അവഗണിക്കുക എന്നുള്ളത്. പിന്നെ തത്വോപദേശങ്ങൾ, ഗുണദോഷങ്ങളൊക്കെ ഇവർ വളരെ വെറുക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കുജൻ നിങ്ങളുടെ ജാതകത്തിൽ എവിടെയാണ് ഉള്ളത് എന്ന് നോക്കണം. അത് കുജൻ മകരത്തിലാണുള്ളതെങ്കിൽ അത് ഉച്ചമായ സ്ഥലമാണ്. കർക്കിടകമാണെങ്കിൽ നീചമായ സ്ഥലമാണ്. അപ്പോൾ നമ്മൾ 9-ൻ്റെ ഒരു പവർഫുൾ മന്തായി പറയുന്നത് മാർച്ച് 22 April 27, പിന്നെ October 22 November 27. അപ്പോൾ ഈ പീരീഡിൽ ജനിച്ചവർക്ക് ഗുണങ്ങൾ കൂടിയിരിക്കുകയും അല്ലാത്തവർക്ക് ഗുണങ്ങൾ കുറച്ച് കുറഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ജാതകത്തിൽ കുജൻ ദോഷസ്ഥാനത്താണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ദേവീക്ഷേത്രങ്ങളിലും ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ പ്രാർത്ഥനയും ഉപവസിക്കുന്നതും ദേവീ ശ്ലോകങ്ങൾ ഒക്കെ ചൊല്ലുന്നതും വളരെ ഉത്തമമായിട്ട് വരുന്നു. 9-ൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത തീയതി. നമസ്തേ.